അവർക്ക് നമസ്കാരം. തിങ്കളാഴ്ച നടക്കുന്ന +2 ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് അവസാനഘട്ട പോരാട്ടം എന്നുള്ള രീതിയിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഒന്നും കൂടി പറയുന്നത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ 2 ദിവസം മാക്സിമം നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കുകയും വേണം. ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അതിൽ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സും കണ്ടിന്യൂസ് പ്രോസസ്സും സെപ്പറേറ്റ് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ഡൈമെൻഷനിലും മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. അത് അപ്പോൾ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഈ 3 ഒബ്ജക്റ്റീവ്സ് ചിലപ്പോൾ 1 വേർഡിന് 4 തന്നിട്ട് അതിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലാത്ത ഏതാണെന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, ഈ 3 ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കണം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഓരോ ലെവൽസിലും വരുന്നത് ആരൊക്കെയാണെന്ന്, ചെയർമാൻ ഏത് ലെവലിലാണെന്ന് ചോദിക്കാറുണ്ട്, മാനേജിങ് ഡയറക്ടർ ഏത് ലെവലിലാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇവരുടെ ഫങ്ഷൻസ് ഒരു 4 പഠിച്ച് വെക്കണം. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ള, ഏത് ലെവലിലാണുള്ളതെന്ന്. അതുപോലെ തന്നെ ഉള്ളതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, സൂപ്പർവൈസറും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ലെവൽസ് പഠിക്കുമ്പോൾ ഓരോന്നിൽ നിന്നും ഒരു 4-5 ഫങ്ഷൻസും കൂടി പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ ഡയഗ്രാം നോക്കുക. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ 5 ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്. ഈ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. കോർഡിനേഷൻ ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അത് പഠിക്കേണ്ടതാണ്. അത് എല്ലാ വർഷവും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പഠിക്കേണ്ടത് കോർഡിനേഷനിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് എസ് അങ്ങനെ ഇതുവരെയും ചോദിച്ചിട്ടില്ല, പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളതാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഇതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളത് പഠിക്കാനുണ്ട്. ഈ ടെക്നിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ഇതെപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 1 വേർഡിന് ഇതിൻ്റെ ഓരോ കീവേഡ്സുകളും, സ്റ്റഡി ദ മൂവ്മെൻറ്റ് ഓഫ് മാൻ, മെറ്റീരിയൽ, മെഷീൻസ്, ഇത് ഏത് സ്റ്റഡി ആണെന്നുള്ളതൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് സയൻറ്റിഫിക് ടെക്നിക്സ് പഠിക്കുമ്പോൾ. പിന്നെ വരുന്നത് എസ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ്. എല്ലാ വർഷവും എസ് ആയിട്ട് ഈ കഴിഞ്ഞ 5 വർഷവും എസ് ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേയാണ് 14 പ്രിൻസിപ്പിൾസ്. 14 പഠിക്കണം. കാരണം ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഏതെങ്കിലും ഒരു 8 ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 4 ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുമ്പോൾ 14 പഠിച്ചിരിക്കണം. ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്, 3ാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഈ ചാർട്ട് പഠിച്ച് വെക്കണം, ഈ സൈക്കിള് പഠിച്ച് വെക്കണം. അതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, ഇതിൻ്റെ എല്ലാം എക്സാമ്പിളും പഠിക്കണം. കാരണം ഇത് ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇത് ഏതിലാണ് ഉൾപ്പെടണേന്ന് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഈ 5 എക്സാമ്പിൾ അടക്കം ഈ ഡയഗ്രാം അടക്കം പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങിൽ ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. വർഷം ഒഴികെ ബാക്കി 4 വർഷവും റിപ്പീറ്റായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. അപ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജസ് നോക്കണം, ലിമിറ്റേഷൻസ് നോക്കണം. അതുപോലെ പഠിക്കേണ്ട ഒന്നാണ് പ്ലാനിങ് പ്രോസസ്സ്, സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്. ഈ പ്ലാനിങ്ങിൽ സ്റ്റെപ്സ് പഠിക്കുമ്പോൾ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രെമിസസ് തുടങ്ങി ഫോളോ അപ്പ് ആക്ടിവിറ്റി വരെയുള്ള സ്റ്റെപ്പ് അതേ ഓർഡറിൽ തന്നെ പഠിക്കണം. അത് എസ് ആയിട്ടും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഓർഗനൈസിങ്. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. 2 കൂടി ചോദിക്കാറില്ല. ഒന്നിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ചോദിക്കും, അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ചോദിക്കും. ഈ ഫങ്ഷണൽ സ്ട്രക്ചർ ചോദിച്ചാൽ ഈ ഡയഗ്രാം നിങ്ങൾ മാർക്ക് അനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. ചിലപ്പോൾ ഡയഗ്രാം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്യൂട്ടബിലിറ്റി വരെയാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ സ്യൂട്ടബിലിറ്റി, ഈ 3 പഠിക്കണം. 2ൻ്റെയും ഡയഗ്രാം പഠിക്കാൻ മറക്കരുത്. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെയും ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും ഡയഗ്രാം പഠിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഡിഫറൻസ് ആണ് ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു 9 പോയിൻ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു 7 പഠിച്ചു വയ്ക്കുക കേട്ടോ.
പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഡിഫറൻസ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ആറാമത്തെ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് സ്റ്റാഫിങ്. അതേ ഓർഡറിൽ തന്നെ പഠിക്കണം. സ്റ്റെപ്സ് പഠിക്കുമ്പോൾ അത് എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്റ്റേണൽ സോഴ്സസ് ആണ് കാണാറ് ആയിട്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ 2 സോഴ്സസും കൂടി പഠിക്കണം. ഇൻറ്റേർണൽ സോഴ്സസും പഠിക്കണം, എക്സ്റ്റേണൽ സോഴ്സസും വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ടത് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദി ജോബിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി പഠിക്കണം. അതുപോലെ തന്നെ ഓഫ് ദി ജോബിൽ വരുന്നതും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ ഡയറക്റ്റിംഗ്. അതിൽ പഠിക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ കഴിഞ്ഞ വർഷം ആയിട്ട് മാർച്ചിലെ എക്സാമിന് വന്നതാണ് ഈ സൂപ്പർവിഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും. ഈ 4 എണ്ണത്തിൽ നിന്നും ഉണ്ടാവാറുണ്ട്. സ്ഥിരം എക്സാമിന് വരുന്ന മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അതാണ് കഴിഞ്ഞ 5 വർഷവും ചോദിച്ച ഒരു ആണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു തന്നെയാണ് മാസ്ലോൻ്റെ ഹൈറാർക്കിയൽ തിയറി. പഠിക്കുമ്പോൾ ഈ ഡയഗ്രാം കൂടി നിങ്ങൾ പഠിക്കുക, എന്നാലേ അതിന് എസ്സേക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പഠിക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഈ സൈക്കിളും പഠിച്ചു വെക്കണം. ഇതും ചോദിക്കാറുണ്ട് എക്സാമിന്, വിട്ടുപോയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഫോമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഇതിൽ ഓരോന്നിൻ്റെ നെറ്റ്വർക്കുകൾ, വീല്, ഫ്രീ ഫ്ലോ, ഇതെല്ലാം നോക്കി വെക്കണം. ഗോസിപ്പ്, പ്രോബബിലിറ്റി, ക്ലസ്റ്റർ, ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്. ഓഫ് ഡയറക്റ്റിങ്ങിൽ സൂപ്പർവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ്. എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിൽ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഈ 3 എലമെൻറ്റ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം പഠിച്ചിരിക്കണം. ആ 3 എണ്ണത്തിൽ നിന്ന് ഒരു ഉണ്ടായിരിക്കും. ഈ ചാപ്റ്റർ കൺട്രോളിങ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് പഠിക്കാം. അതൊരു തവണ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നോക്കേണ്ടത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതൊരു 2 തവണ ചോദിച്ചിട്ട് എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. സ്റ്റെപ്സ് ഫുള്ളായിട്ട് ചോദിച്ചിട്ടില്ല. ഒരു തവണ 3 സ്റ്റെപ്സ് എഴുതാൻ പറഞ്ഞ് ചോദിച്ചിരുന്നു. ആദ്യത്തെ 3 സ്റ്റെപ്സ്. ഇത്രയേ കൺട്രോളിങ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെയും വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് 9ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിസിഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ഡിവിഡൻഡ് ഡിസിഷൻ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കണം. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2 എണ്ണം ഉണ്ടായിരിക്കും. ഒരു വർഷം 2 എണ്ണം കൂടി ചോദിച്ചിരുന്നു. ഒരു വർഷം ഓരോന്ന് വെച്ചിട്ടാണ് ചോദിച്ചിരുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയും ഫാക്ടേഴ്സ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലും പഠിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും പഠിക്കണം. ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ തവണ ഫിക്സഡ് ക്യാപിറ്റൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ മാർക്കറ്റിംഗ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അത് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എന്ന് പറയാവുന്നതാണ് മാർക്കറ്റിംഗ് അപ്പോൾ അത് പഠിക്കണം. ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് അഡ്വർടൈസിങ്ങിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും പഠിക്കണം. അതുപോലെ ഈ ബ്രാൻഡിങ്, പ്രൈസിങ്, ലേബലിങ്, ഇതിൻ്റെ എല്ലാം മീനിങ്ങും അതെന്താണെന്നുള്ളതും അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളൂ. കൂടുതലും അഡ്വർടൈസിങ്ങാണ് ചോദിക്കാറ്. അതുകൊണ്ട് അഡ്വർടൈസിങ്ങിന് ഇമ്പോർട്ടൻസ് നൽകി എന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ആണ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക്. അപ്പോൾ അത് നന്നായി പഠിക്കണം. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചാപ്റ്ററിൽ നിന്ന് കൺസ്യൂമർ റൈറ്റ്സ് അത് നോക്കേണ്ടതാണ്. അതൊരു 6 പോയിന്റ് ഉണ്ട്, അത് പഠിക്കണം. കഴിഞ്ഞ വർഷം റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. ഒരു 3 ഏജൻസീസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കണം.